2024 ജൂൺ 4 ഇങ്ങ് കന്യാകുമാരി മുതൽ അങ്ങ് കശ്മീർ വരെ പ്രകമ്പനം കൊണ്ട ദിവസം. നെഞ്ചിടിപ്പോടെയാണ് രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഈ ദിവസത്തെ മറികടന്നത്. ഫലപ്രഖ്യാപനത്തിനൊടുവിൽ അധികാരം കയ്യിലെത്താതിരുന്നിട്ടും രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് വലിയൊരു ജനസമൂഹത്തിന് ആശ്വാസവും പ്രതീക്ഷയുമായ ദിവസം. കഴിഞ്ഞ 10 വർഷമായി പാർലമെന്റിന്റെ 2 നിരകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന പ്രതിപക്ഷം തിങ്കളാഴ്ച സഭയുടെ 3/1 കൂടുതൽ സീറ്റുകൾ കൈവശപ്പെടുത്തിയ കാഴ്ച നാം കണ്ടു. 3ാം വട്ടം അധികാരമേറിയതിന്റെ ആത്മവിശ്വാസം ഭരണപക്ഷത്തിനുണ്ടെങ്കിലും പണ്ടത്തെ പോലെ ആക്രോശിച്ചുള്ള മുദ്രാവാക്യങ്ങൾ കേട്ടില്ല. കാരണം പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം അതിന്റെ ഒലികൾ തീർക്കുകയാണ്. അവരെ നയിക്കാൻ, അതായത് ഒരു പതിറ്റാണ്ടിന് ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവെത്തുന്നു രാഹുൽ ഗാന്ധി. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് രാജ്യത്ത് വർഗീയ വിഷം ചീറ്റുന്നവർക്കെതിരെ രാഹുൽ ഗാന്ധി യുദ്ധത്തിനിറങ്ങിയത്. ഹൃദയത്തിൽ സ്നേഹവും സത്യവും കൊണ്ട് പോരിനിറങ്ങിയതുകൊണ്ടാകാം വിജയമൊടുവിൽ അദ്ദേഹത്തിന്റെ ഒപ്പം പോരാൻ തീരുമാനിച്ചത്. നിലയില്ലാ കയത്തിൽ നിന്ന് കോൺഗ്രസിനെ പിടിച്ചു കയറ്റിയ രക്ഷകനാണ് ഇന്ത്യ സഖ്യത്തിന് ഇന്ന് രാഹുൽ ഗാന്ധി. കളിയാക്കിയവർക്കും പരിഹസിച്ചവർക്കും മുന്നിലും പിന്നിലുമായി പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ പതാകയുമായി ഇന്ത്യയാകെ നടന്നു നീങ്ങി രാഹുൽ കൊണ്ട വെയിലിന്റെയും മഞ്ഞിന്റെയും മഴയുടെയും ഫലമാണ് ഈ വിജയം. അന്ന് BJPക്കും സംഘപരിവാറിനുമൊപ്പം അദ്ദേഹത്തെ പപ്പു എന്ന് ആക്ഷേപിച്ചവരുടെ കൂട്ടത്തിൽ ഇന്നാട്ടിലെ പുരോഗമന രാഷ്ട്രീയക്കാർ പോലും ഉണ്ടായിരുന്നു. 2 പതിറ്റാണ്ട് കാലം മുമ്പ് തുടങ്ങിയതാണ് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം. 10 വർഷം അധികാരത്തിൽ, 10 വർഷം പ്രതിപക്ഷത്ത്. ഓരോ തകർച്ചയും വീഴ്ചയും രാഹുൽ ഗാന്ധി എന്ന പോരാളിയെ ശക്തനാക്കിക്കൊണ്ടിരുന്നു. 20 വർഷത്തെ രാഷ്ട്രീയ പാകത ഇന്നു രാഹുലിന്റെ ശരീരഭാഷയിലും പ്രതികരണങ്ങളിലും ചിരിയിലും പോലും വലിയ മാറ്റമുണ്ടാക്കിയിരിക്കുന്നു. 2014 പരാജയം UPA 2019 ആവർത്തിച്ചതോടെ രാഹുൽ ഗാന്ധി എന്ന ചെറുപ്പക്കാരനെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പോലും എഴുതി തള്ളിയിരുന്നു. 2019 UPAക്കേറ്റ കനത്ത പരാജയം രാഹുലിനെ പിന്നോട്ടടിപ്പിച്ചു. അന്ന് തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാഹുൽ AICC പ്രസിഡന്റ് പദവി ഒഴിഞ്ഞു. അവിടെ നിന്നാണ് രാഹുൽ രാജ്യത്തിന്റെ തെക്ക് നിന്ന് വടക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കും യാത്ര നടത്തി പാർട്ടിക്കും രാജ്യത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്കും പ്രതീക്ഷ നൽകി വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്നത്. കോൺഗ്രസ് എന്നാൽ രാഹുലായ കാലമായിരുന്നു അത്. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഗ്യാരണ്ടിയുടെ മുഖമായി രാഹുൽ അവരോധിക്കപ്പെട്ടു. 5 വർഷം പദവികളില്ലാതെ രാഹുൽ പാർട്ടിയെ നയിച്ചു. അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ഭാഷയായിരുന്നില്ല രാഹുലിൻ്റെത്. മോദിയെയും അമിത്ഷായെയും വസ്തുതാനിഷ്ഠമായി കടന്നാക്രമിച്ചു. അദാനിയും അംബാനിയും ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വേണ്ടി മോദി വഴിവിട്ട് നടത്തിയ അഴിമതികളെയെല്ലാം മുഖം നോക്കാതെ തുറന്നുകാട്ടി. ഗോദി മീഡിയകൾ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളെല്ലാം രാഹുലിനെ അവഗണിച്ചെങ്കിലും പോരാട്ടവുമായി അദ്ദേഹം മുന്നോട്ടു പോയി. രാജ്യത്തെ പ്രതിപക്ഷ നിരയിലുള്ള നേതാക്കളും സർക്കാരുമായി ബന്ധം ശക്തമാക്കി. സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ചു. പട്ടിണിയും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും വർഗീയതയുമെല്ലാം രാഹുൽ പ്രധാന വിഷയമാക്കി. അസമത്വത്തിന്റെയും വർഗീയതയുടെയും ഫാസിസത്തിന്റെയും വരവിനെ ഭരണഘടന കൊണ്ട് രാഹുൽ പ്രതിരോധിച്ചു. ആയുധങ്ങളില്ലാതെ, വിഷം തുപ്പാതെ തന്റെ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് അദ്ദേഹം നയിച്ചു. ഒറ്റയ്ക്ക് വേട്ടയ്ക്കിറങ്ങാൻ കഴിയാത്തിടത്ത് കൂട്ടുകെട്ടിന്റെ ബലത്തിൽ ഇന്ത്യക്കായി ഒന്നിച്ചു. തിരഞ്ഞെടുപ്പിന്റെ മുന്നിൽ വലിയ പാർട്ടി എന്ന പഴയ വീമ്പ് പറയാതെ വലിയ വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി. ചരിത്രത്തിൽ ആദ്യമായി 330 സീറ്റുകളിൽ മാത്രം കോൺഗ്രസ് ഇക്കുറി മത്സരിച്ചത് രാഹുലിന്റെ മാത്രം തീരുമാനമായിരുന്നു. ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 107 പൊതുപരിപാടികളിലാണ് രാഹുൽ പങ്കെടുത്തത്. വയനാട്ടിലും റായ്ബറേലിയിലും ജനവിധി തേടി വമ്പൻ ഭൂരിപക്ഷം നേടി. ആർക്കും ചോദ്യം ചെയ്യാനാകാത്ത വിധം ശക്തി പ്രാപിച്ചുവെന്ന് രാജ്യം വിശ്വസിച്ചിരുന്ന അതികായനെ വോട്ടെണ്ണലിനിടെ പലകുറി വിറപ്പിക്കാൻ കാരണക്കാരൻ പ്രധാനമായും രാഹുൽ തന്നെയാണ്. ഇന്ത്യ സഖ്യത്തെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ എഴുതിത്തള്ളാനാകില്ലെന്ന സന്ദേശമാണ് രാഹുൽ നൽകുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു പോകട്ടെ. ഞങ്ങളുടെ വീഡിയോകൾ മിസ്സാകാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.